വിശദമായ വാർത്തകളിലേക്ക്. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരായ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് യോഗം ചേരും. പൊതു മിനിമം പരിപാടി തയ്യാറാക്കാനായിരുന്നു യോഗം വിളിച്ചു ചേർത്തതെങ്കിലും മാറിയ സാഹചര്യത്തിൽ അജണ്ട മാറ്റുകയായിരുന്നു. ഇടതു പാർട്ടികളും യോഗത്തിൽ പങ്കെടുക്കും. ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം രാഷ്ട്രീയ മുതലെടുപ്പിന് കേന്ദ്രം ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ നേരിടുമെന്ന യോഗത്തിൽ ചർച്ചയുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പൊതു മിനിമം പരിപാടി തയ്യാറാക്കാനായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നതെങ്കിലും പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയം മുൻനിർത്തി യോഗം ചേരാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം ബി.ജെ.പി. രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിന്റെ സൂചനകൾ ഇന്നലെയും ഇന്നും പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വിഷയം കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ നേരിടുമെന്ന് യോഗം ചർച്ച ചെയ്യും. വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പൊതുനിലപാട് രൂപീകരിച്ചേക്കും. കോൺഗ്രസ്, തൃണമൂൽ, ടി.ഡി.പി, എൻ.സി.പി, നാഷണൽ കോൺഫറൻസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടികളും യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്നതിൽ വിയോജിപ്പ് ചൂണ്ടിക്കാട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇടതു പാർട്ടികൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ യോഗത്തിന്റെ അജണ്ട മാറിയതോടെ CPIM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളും യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ്. ബാലാക്കോട്ടിലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് പിന്നാലെ കശ്മീർ അതിർത്തിയിൽ വെടിവയ്പ്. ഗ്രാമീണരെ മറയാക്കി പാകിസ്ഥാൻ മിസൈൽ മോർട്ടാർ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റു. നിസ്സാര പരിക്കുകളാണ് സൈനികരുടേതെന്നാണ് പ്രാഥമിക വിവരം. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റു. ആക്രമണം പാടില്ലെന്ന് പാകിസ്ഥാനോട് അമേരിക്കയുടെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷിലേക്ക് ഉടൻ തന്നെ എത്താം. പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ് നടത്തിയിരിക്കുകയാണ്. ബാലാക്കോട്ടിലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് കശ്മീർ അതിർത്തിയിൽ ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടായത്. ഗ്രാമീണരെ മറയാക്കിയാണ് പാകിസ്ഥാൻ മിസൈൽ മോർട്ടാർ ആക്രമണം നടത്തിയിരിക്കുന്നത്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇന്നലത്തെ ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ വീണ്ടും പാകിസ്ഥാൻ വെടിവെപ്പ് കരാർ ലംഘിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് അതിർത്തിയിൽ? പ്രിയ, ഇന്നലെ രാത്രിയും പുലർച്ചെയുമാണ് ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ പല സ്ഥലത്തും പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയത്. 3 സ്ഥലങ്ങളിൽ വെടിവെപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറച്ചുകൂടി ശക്തമായൊരു വെടിവെപ്പ് പുലർച്ചെ സംഭവിച്ചിരിക്കുന്നത് ഷോപ്പിയാൻ ജില്ലയിലെ മെമന്താറിലാണ്. അവിടുത്തെ പ്രദേശവാസികളെയൊക്കെ മറയാക്കിക്കൊണ്ട് ഗ്രനേഡുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു പാക് സൈന്യം വെടിയുതിർത്തത്. ഇതിൽ 5ഓളം ഇന്ത്യൻ സൈനികർക്ക് പരിക്കുപറ്റി. ഇതിൽ 2 പേരെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നാണ് സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ തിരിച്ചടിയിൽ അവിടുത്തെ 15ഓളം പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പാകിസ്ഥാൻ ജവാന്മാർക്കും പരിക്കുപറ്റിയിട്ടുണ്ട്. നയതന്ത്ര മേഖലയിലും ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യക്ക് വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ന് രാവിലെ ഒരു പ്രസ്താവന ഇറക്കിയത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിച്ചു. ഖുർഷിയുമായും സുഷമ സ്വരാജുമായാണ് ചർച്ച ചെയ്തത്. ഇതിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഭീകര പ്രവർത്തനത്തിനെതിരായുള്ള ഒരു പോരാട്ടം തന്നെയാണ്. പാകിസ്ഥാൻ ഇതിനെതിരെ ഒരു സൈനിക നീക്കം നടത്തരുത് എന്ന് മാത്രമല്ല, സ്വന്തം മണ്ണിലെ ഭീകരരെ ഇല്ലായ്മ ചെയ്യാനാണ് പാക് സൈന്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. നയതന്ത്ര മേഖലയിൽ ഇത് ഇന്ത്യക്കൊരു വിജയം തന്നെയാണ്. കാരണം ഇന്ത്യ നടത്തിയ നീക്കത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. മറ്റൊരു നീക്കം നടക്കുന്നത് ഇപ്പോൾ ചൈനയിലാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഉള്ളത്. അവിടെ ഇന്ത്യ, ചൈന, റഷ്യ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടക്കുന്നുണ്ട്. ഇത് 16ാമത്തെ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ പുൽവാമ സ്ഫോടനം സംബന്ധിച്ച് സുഷമ സ്വരാജ് പരാമർശിച്ചിരിക്കുന്നു. മറ്റു പോംവഴികൾ ഇന്ത്യക്കില്ല, അതുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് സുഷമ സ്വരാജ് വിശദീകരിച്ചിട്ടുണ്ട്. ചൈനയാണ് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള പിന്തുണയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് സുഷമ സ്വരാജ് നടത്തിയത്. ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്സിയും റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ സാർജി ലവോവയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇരുവരും സുഷമ സ്വരാജിന്റെ വാക്കുകൾ സസൂക്ഷ്മം കേൾക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാമായിരുന്നു. ഏതായാലും അവർ ഇരുവരും മറുപടി പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംബന്ധിച്ച് ഇരുവരുടെയും പ്രതികരണം ഉണ്ടാവുക. നിലവിൽ പ്രദേശത്ത് സമാധാനം പുലർത്തണം എന്ന് തന്നെയാണ് ചൈനയുടെയും റഷ്യയുടെയും ഒരു ആവശ്യം. നയതന്ത്ര മേഖലയിൽ ഇന്ത്യ വളരെ സജീവമായി തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. സന്തോഷ്, നയതന്ത്ര മേഖലയിൽ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ളവർ പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അതിർത്തിയിലെ കാര്യം? കശ്മീർ ഒഴികെയുള്ള അതിർത്തി പ്രദേശങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്?
പ്രിയ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ തുടങ്ങി 3 അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ന് അതീവ ജാഗ്രത സന്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ ഹിമാചൽ പ്രദേശിലെ കിനൌ ജില്ലയിൽ അവിടെ ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കടുത്ത മഞ്ഞുവീഴ്ചയുണ്ട്. അത് മുൻനിർത്തിയാണ് അവധി എന്നെങ്കിൽ പോലും ഈ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരം നീക്കങ്ങൾ സൈന്യം നടത്തുന്നത്. വ്യോമ പ്രതിരോധവും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരു വ്യോമ ആക്രമണ സാധ്യത പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വ്യോമ പ്രതിരോധം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് 3 സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിർത്തിയിൽ ഇങ്ങനെ നടത്തുമ്പോൾ തന്നെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഏതെങ്കിലും തീവ്രവാദി മുന്നേറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന നടക്കുന്നുണ്ട്. കൽക്കട്ടയിൽ ഇപ്പോൾ രാവിലെ ചില തീവ്രവാദി ഗ്രൂപ്പ് വിഭാഗങ്ങളുള്ളവരെ സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ ഗുജറാത്ത് മേഖലയിൽ പാകിസ്ഥാന്റെ എന്ന് സംശയിക്കുന്ന ഡ്രോണുകൾ എത്തിയിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും മുന്നേറ്റങ്ങൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ ഇന്ത്യ പരിശോധിക്കുന്നുണ്ട്. കാരണം ഏത് തരത്തിലുള്ള ആക്രമണവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പാകിസ്ഥാൻ ആകട്ടെ ഇന്ന് അവിടെ അടിയന്തര യോഗം, ഉന്നതതല മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഇതിന് മറുപടി നൽകണം എന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യ നടത്തിയ ഒരു തീവ്രവാദ മുന്നേറ്റമായി ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന സ്ഥിതിയിൽ ഇനി ഒരു സൈനിക നീക്കം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയാൽ അവരെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്ന് വ്യക്തം. അതുകൊണ്ട് അവളുടെ ആലോചിച്ച് തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ നീങ്ങുകയുള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദി വിഭാഗങ്ങൾ അവരുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നു എന്ന് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ആ തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെയാണ് അവർ നടപടിയെടുക്കേണ്ടത്. സോ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഉണ്ടാകും എന്ന് മാത്രമേ ഇപ്പോൾ സംശയിക്കേണ്ടതുള്ളൂ. എന്നാൽ പോലും ഇന്ത്യ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇന്നത്തെ ദിവസത്തെ നോക്കിക്കാണുന്നത്. തീർച്ചയായും സന്തോഷ് തുടരുക. അതേസമയം പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപയോ പറഞ്ഞു. നിർബൻ ചേരുകയാണ് വിവരങ്ങളുമായി. നിർബൻ, എന്തായാലും ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനൊപ്പം തന്നെ മുന്നറിയിപ്പും അമേരിക്ക നൽകി കഴിഞ്ഞിരിക്കുകയാണ്. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്നും അമേരിക്ക പ്രതികരിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പ്രതികരണത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ കാണാം? എത്രത്തോളം പ്രസക്തമാണ് ഈ ഒരു പ്രതികരണം? പ്രിയ, ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രതികരണം വളരെ പ്രസക്തമാണ്. കാരണം തീവ്രവാദം തുടച്ചു നീക്കുന്നതിനാണ് പാകിസ്ഥാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അമേരിക്ക ഊന്നൽ നൽകി നയങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താം. എന്തായാലും അമേരിക്ക പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സന്തോഷിലേക്ക് പോവുകയാണ്. സന്തോഷ്, കനത്ത ജാഗ്രതയാണ് അതിർത്തിയിലൊക്കെയും നൽകിയിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടർന്നുള്ള ചർച്ചകളും പ്രസക്തമാണ്. ഇരു രാജ്യങ്ങളിലും പാകിസ്ഥാനിലും വലിയ ഉന്നതതല ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അങ്ങനെയുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, ഇന്ന് രാവിലെ ഈ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രതികരണം വന്നതിനു ശേഷം ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. സുഷമ സ്വരാജ് ചൈനയിലാണെങ്കിൽ പോലും അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രസ്താവനയിലെ വാക്കുകൾ ഇന്ത്യ വലിയ വിജയമായി തന്നെ കാണുന്നു. കഴിഞ്ഞ 14-ാം തീയതി പുൽവാമ സ്ഫോടനം ഉണ്ടായതു മുതൽ ഇക്കഴിഞ്ഞ 13 ദിവസമായി ഇന്ത്യ നയതന്ത്ര മേഖലയിൽ അനുകൂലമായൊരു നീക്കം ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്. പാകിസ്ഥാനിൽ ഒരു സൈനിക മുന്നേറ്റം നടത്തിയാൽ പോലും, ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ തകർത്താൽ പോലും അത് ആവശ്യമായ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്രമണം ഇന്ത്യക്ക് നടത്തേണ്ടി വന്നതെന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇന്നലെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് എടുത്തു പറയുകയും ചെയ്തു. അതിനുശേഷം US-ന്റെയും UK-യുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നയതന്ത്ര പ്രതിനിധികളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതിന്റെ ഒരു വിജയമാണ് സെക്രട്ടറിയുടേതെന്ന് പറയാൻ കഴിയും. ഇന്നിപ്പോൾ ചൈനയിൽ എത്തിയിരിക്കുന്ന സുഷമ സ്വരാജ് ചൈനീസ് സർക്കാരിനെ അനുകൂലമാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ്.
അത് എപ്പോഴും തടയുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കണം. കഴിഞ്ഞ 3-4 ദിവസമായി ഈ ഇന്ത്യ നടത്തിയ നീക്കത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗം ജെയ്ഷെ മുഹമ്മദിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കിയത്. ഇനി അടുത്ത ഘട്ടം ഇതിന്റെ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുക എന്നതാണ്. അതിനെപ്പോഴും തടസ്സം നിൽക്കുന്നത് ചൈനയാണ്. പാകിസ്ഥാന്റെ സമ്മർദ്ദം മൂലമാണ് ചൈന അത് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണവും പുൽവാമ സ്ഫോടനത്തിലും ഒക്കെ അവരുടെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ചൈന അതിനനുസരിച്ച് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ചൈനയിലുള്ള സുഷമ സ്വരാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമേരിക്ക എത്തിയിരിക്കുകയാണ്. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപയോ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ വിവരങ്ങളുമായി നിർഭൻ ചേരുകയാണ്. നിർഭൻ, ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു പ്രതികരണം എത്രത്തോളം പ്രസക്തമാണ് എന്ന് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കും അവർ പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. പ്രിയ, വളരെ നിർണായകമാണ് അമേരിക്കയുടെ നിലപാട്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക വളരെ നയം വ്യക്തമാക്കി ഇരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കണമെന്ന സൂചന അമേരിക്ക നൽകിക്കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതീക്ഷിച്ചതും അത് തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമല്ല നടത്തിയത്, പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തിരിച്ചടിയും അത് തന്നെയായിരുന്നു. ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണവും അത്തരത്തിലുള്ള ഈ പറയുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അതിനെ കൂടി സാധൂകരിക്കുന്ന ഇന്ത്യ എന്താണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വച്ചത്? ഇന്ത്യ പതിറ്റാണ്ടുകളായി നേരിടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും അതിക്രമവും ഭീകരവാദ ആക്രമണങ്ങളും ചെറുക്കാനുള്ള പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നത്. അതിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണയാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും മുൻകൈയെടുക്കണം, യുദ്ധത്തിലേക്ക് വിഷയങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കരുത്. അതോടൊപ്പം പാകിസ്ഥാന് വ്യക്തമായ ഇന്ത്യ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു താക്കീത് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി അവസാനിപ്പിച്ച് ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി പാകിസ്ഥാൻ സ്വീകരിക്കണം എന്ന വ്യക്തമായ താക്കീത് തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ ഈ വ്യക്തമാക്കൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് ഒരു സാധൂകരണവും പിന്തുണയും ലഭിക്കും. കാരണം അമേരിക്ക പോലത്തെ ഒരു രാജ്യം ഈ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ ഉടലെടുത്തിരിക്കുന്ന വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുക എന്ന് കൗതുകപൂർവ്വം നോക്കിയിരിക്കുകയായിരുന്നു. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ അമേരിക്ക തങ്ങളുടെ നയം സുവിന്ദിതമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി പാകിസ്ഥാൻ സ്വീകരിക്കണം, യുദ്ധത്തിലേക്ക് വിഷയങ്ങൾ കടന്നു പോകരുത്, ഇരു രാജ്യങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇന്ത്യയും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ചും ഇന്ത്യയുടെ വിശദീകരണം അത് തന്നെയായിരുന്നു. അതായത് ഈ കാര്യത്തിൽ സൈനിക ആക്രമണം നടത്തിയത് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ്. അതേ നടപടി സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ ഒരു വിജയം കൂടി തന്നെയായി ഇതിനെ കാണാൻ കഴിയും. പ്രിയ, ശരി, വ്യക്തമാണ്. നിർഭൻ വിശദാംശങ്ങളാണ് നിർഭൻ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ പോലീസിൽ ഘടനാമാറ്റം ഉണ്ടായിരിക്കുന്നു. ഇനി ക്രമസമാധാന ചുമതല സംസ്ഥാനത്തെ ഒരു ADGPക്ക് മാത്രമായിരിക്കും എന്നാണ് പുതിയ മാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? പ്രിയ, തീർച്ചയായും പോലീസിന്റെ ഘടനയിൽ ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയ്ക്ക് സംസ്ഥാനത്തിന് ഇനി ഒരു ADGP ആകും ഉണ്ടാവുക. DGPക്ക് കീഴിലായി ഒരു ADGP. നിലവിൽ സൗത്ത് സോൺ, നോർത്ത് സോൺ ADGPമാരാണ് ഉണ്ടായിരുന്നത്. റേഞ്ചുകളുടെ ചുമതല DIGമാർക്ക് നൽകാനും തീരുമാനമായിരിക്കുന്നു. നിലവിൽ IG മാരായിരുന്നു ഇത്തരത്തിൽ റേഞ്ചുകളുടെ ചുമതല വഹിച്ചുകൊണ്ടിരുന്നത്. സോണിന്റെ ചുമതല DIGമാർക്കാണ്. നേരത്തെ സോണിന്റെ ചുമതല ADGPമാരാണ് വഹിച്ചുകൊണ്ടിരുന്നത്. ഈ രീതിയിൽ ഒരു മാറ്റം തന്നെയാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും DGPക്ക് കീഴിലായി ഇനി ADGP സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ എന്ന രീതിയിൽ വരും. അതിന് കീഴിലായിരിക്കും റേഞ്ച്. അത് DIG മേധാവിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സോണിന്റെ മേധാവിയാവുക IG ആയിരിക്കും. മറ്റൊരു മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട പ്രധാനപ്പെട്ട തീരുമാനം കർഷകർക്ക് വലിയ ആശ്വാസവും
ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ജപ്തി നോട്ടീസ് അയക്കുന്നതിൽ ബാങ്കുകൾ വലിയ തോതിൽ അത്തരത്തിൽ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ബാങ്കുകൾ പിന്മാറണം എന്നൊരു ആവശ്യം തന്നെയാണ് മന്ത്രിസഭാ യോഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ബാങ്കുകളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം, അതായത് 2019-20 സാമ്പത്തിക വർഷത്തിൽ കൃഷിക്കാർ എടുക്കുന്ന ഏത് വായ്പയ്ക്കും അതിന് പലിശ ഈടാക്കില്ല എന്നൊരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. പലിശ പൂർണ്ണമായും സർക്കാർ വഹിക്കുന്നതായിരിക്കും. ഇത് കർഷകർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ചും കർഷകർ ചിലയിടങ്ങളിൽ കർഷക ആത്മഹത്യ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇത്തരത്തിൽ കർഷകർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കൃഷിമന്ത്രി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ജപ്തി നോട്ടീസ് അയക്കുന്നത് ഒഴിവാക്കണം എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ കൃഷിമന്ത്രി പറഞ്ഞ അതിനെക്കുറിച്ചുകൂടിയുള്ള വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും പലയിടങ്ങളിലും ഇടുക്കിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രളയത്തിന് ശേഷം ആകെ തകർന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത്തരത്തിലൊരു ഘട്ടത്തിൽ പോലും പലതവണയായി ഇടുക്കിയിൽ കർഷകർ എടുത്തിട്ടുള്ള വായ്പകൾക്ക് അതിന്മേൽ ജപ്തി നോട്ടീസ് അയക്കുന്ന നടപടികൾ ബാങ്കുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് ഇത്തരത്തിൽ ഒരു നടപടി ഒഴിവാക്കണം എന്നുള്ളൊരാവശ്യം നേരത്തെ തന്നെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് വീണ്ടും ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഈ ബാങ്കുകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. SLBC തലത്തിൽ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് SLBC എത്തിയിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ജപ്തി നോട്ടീസുകൾ അയക്കുന്നതിൽ നിന്നും ബാങ്കുകൾ പിന്മാറണം എന്നൊരാവശ്യം സർക്കാർ മുന്നോട്ട് വെക്കുന്നതും ബാങ്കുകളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. പ്രിയ, ശരി. സംസ്ഥാന പോലീസിൽ ഘടനാമാറ്റം, ക്രമസമാധാന പാലനത്തിനായി DGP, റേഞ്ചുകളുടെ ചുമതല DIGക്ക്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അതേസമയം നെല്ലിന് താങ്ങുവില 1 രൂപ ഉയർത്താനും കൃഷിക്കാരുടെ വായ്പയ്ക്ക് സർക്കാർ പലിശ വഹിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്. ഇടവേള. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചു. കോതമംഗലത്താണ് ആദ്യ സ്വീകരണ കേന്ദ്രം. തുടർന്ന് മൂവാറ്റുപുഴ, പിറവം, പട്ടിമറ്റം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. ഫെബ്രുവരി 28, മാർച്ച് 1 എന്നീ തീയതികളിൽ ജാഥ എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും. വിവരങ്ങളുമായി സാരി ചേരുകയാണ്. സാരി, എറണാകുളം ജില്ലയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഇന്നത്തെ സ്വീകരണ പരിപാടികളൊക്കെ? വിശദാംശങ്ങൾ എന്താണ്? അല്പം മുമ്പ് ജില്ലാ അതിർത്തിയായി പൈങ്ങോട്ടൂരിൽ വെച്ച് CPM-ന്റെ LDF-ന്റെയും ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ചേർന്ന് ജാഥ ക്യാപ്റ്റനെയും മറ്റ് ജാഥയും വരവേറ്റു. ഇപ്പോൾ ആദ്യ സ്വീകരണ കേന്ദ്രമായ കോതമംഗലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്ത് രാവിലെ 11 മണിക്കാണ് സ്വീകരണം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ എത്തുന്നതിന് മുന്നോടിയായി മറ്റു ജാഥാംഗങ്ങളുടെ പ്രസംഗങ്ങൾ പുരോഗമിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ മൈതാനത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ഇടുക്കിയിൽ ഇന്നലെ തൊടുപുഴയിലായിരുന്നു സമാപനം. അവിടെ നിന്ന് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രവർത്തകർ ഇടുക്കി ജില്ലാ അതിർത്തി കടത്തിവിട്ടു. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള LDF പ്രവർത്തകരും നേതാക്കളും ചേർന്ന് പൈങ്ങോട്ടൂരിൽ വെച്ച് സ്വീകരിച്ച് ഇപ്പോൾ കോതമംഗലത്തേക്ക് ജാഥയെ ആനയിച്ചു കൊണ്ടുവരികയാണ്. അല്പസമയത്തിനകം തന്നെ കോതമംഗലത്ത് സ്വീകരണം നൽകും. തുടർന്ന് 3 സ്വീകരണ കേന്ദ്രങ്ങളാണ് ഇന്നുള്ളത്. 3 മണിക്ക് മൂവാറ്റുപുഴയിലും 4 മണിക്ക് പിറവത്തും വൈകിട്ട് 5 മണിക്ക് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പട്ടിമറ്റത്ത് സ്വീകരണം. അങ്ങനെയാണ് ഇന്നത്തെ എറണാകുളം ജില്ലയിലെ ജാഥയുടെ ആദ്യ പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ, അതായത് 28-ന് പെരുമ്പാവൂരിൽ നിന്ന് പര്യടനം ആരംഭിച്ച് അങ്കമാലി, ആലുവ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് കളമശ്ശേരിയിൽ സമാപിക്കും. മാർച്ച് 1-ന് 10-ന് പറവൂരിൽ നിന്ന് ആരംഭിച്ച് വൈപ്പിൻ, കൊച്ചി എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി എറണാകുളം ജില്ലയിലെ ആകെ സമാപനം എന്ന നിലയ്ക്ക് മറൈൻ ഡ്രൈവിൽ സ്വീകരണം നൽകും. അങ്ങനെ 3 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ വലിയ സ്വീകരണമാണ് LDF ജില്ലാ കമ്മിറ്റി ജാഥയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 1-ന് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. സരി, ഈ ജില്ലയിലെ അണികളുടെയും പ്രവർത്തകരുടെയും ഒരു പ്രതികരണം, ഈ ഒരു ജാഥ അവിടെ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവർ ജാഥയെ സ്വീകരിക്കുന്നത്? എത്രത്തോളം ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അണികളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? വലിയ ആവേശത്തോടു കൂടിയാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും ഇടതുമുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സജീവമായി അവർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വലിയ ആവേശത്തോടു കൂടി എല്ലാ ഘടകങ്ങളും എല്ലാ ഘടകകക്ഷികളും
മുന്നണിയുടെ എല്ലാ ഘടകങ്ങളും ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട്. എല്ലാ മുന്നണിയുടെ നേതാക്കളും ജാഥ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ നമ്മളിപ്പോൾ നിൽക്കുന്ന കോതമംഗലത്തുണ്ട്. അങ്ങനെ കോതമംഗലത്ത് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സമാന രീതിയിൽ തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരി, വിവരങ്ങളാണ് സാലി നൽകിയത്. അതേസമയം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിലാണ്. തൃത്താലയിലാണ് ജില്ലയിലെ ആദ്യ സ്വീകരണം. 3 ദിവസം ജാഥ ജില്ലയിൽ പര്യടനം നടത്തും. അവസരങ്ങൾക്കൊത്ത് നിലപാട് മാറ്റുന്നതിൽ പ്രസിദ്ധനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തുന്ന ആന്ധ്രാപ്രദേശിൽ വലിയ പ്രചരണമാണ് ഇത്തവണ നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വ നിരയിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന നായിഡുവിന് ആന്ധ്രയും കേന്ദ്രവും ഒരുമിച്ച് പിടിക്കണം. YSR കോൺഗ്രസും ചലച്ചിത്രതാരം പവൻ കല്യാണും നടത്തുന്ന മുന്നേറ്റങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ സംസ്ഥാന മോഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. NDA മുന്നണിയിൽ ഒപ്പം നിന്ന് BJPയുമായി അധികാരം പങ്കിട്ട ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ വർഷമാണ് കളം മാറ്റി ചവിട്ടിയത്. അന്നേവരെ വിമർശിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുമായി പുതിയ ബാന്ധവവും തുടങ്ങി. UPAക്കെതിരെ 2013 ദില്ലിയിൽ സമരം നടത്തിയ ചന്ദ്രബാബു നായിഡു അതേ വേദിയിൽ മോദിക്കെതിരെ കഴിഞ്ഞ മാസം സമരം നടത്തുന്നതിനും ദില്ലി സാക്ഷ്യം വഹിച്ചു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഇല്ല എന്നതാണ് മോദിയുമായി പിണങ്ങാൻ കാരണമായി പറഞ്ഞത്. അതിനപ്പുറം സംസ്ഥാനത്ത് BJPക്കെതിരെ ഉയരുന്ന ജനവികാരം ഘടകകക്ഷിയായ TDPക്കെതിരെ തിരിയാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു അത്. 2014 തെരഞ്ഞെടുപ്പിൽ 45.7% വോട്ട് ലഭിച്ച ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് മുഖ്യപ്രതിപക്ഷമായി സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് നായിഡുവിനെ ആശങ്കയിലാക്കുന്നു. സിനിമകൾക്കേറെ പ്രാധാന്യം കൊടുക്കുന്ന ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ വില്ലനാക്കി പുതിയ സിനിമയും പുറത്തിറങ്ങുന്നുണ്ട്. ചലച്ചിത്രതാരം പവൻ കല്യാൺ ജനസേവാ പാർട്ടി രൂപീകരിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ സഹോദരനാണ് പവൻ കല്യാൺ. TDPയുടെ വോട്ട് ബാങ്കുകളിലാണ് പവൻ കല്യാൺ മുന്നേറ്റം നടത്തുന്നത്. സംസ്ഥാന ഭരണം കിട്ടിയാൽ പിന്നെ ദേശീയ മോഹങ്ങളാണ് നായിഡുവിന്. പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് BJPക്കെതിരെ നീങ്ങുന്നത് ദില്ലിയിലെ താക്കോൽ സ്ഥാനം ലക്ഷ്യമിട്ട് തന്നെ. 175 അംഗ നിയമസഭയിൽ 103 സീറ്റ് TDPക്ക്, 67 സീറ്റ് YSR കോൺഗ്രസിന്. 1996 വരെ ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സംസ്ഥാന വിഭജനത്തിനു ശേഷം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവുമായി സഖ്യത്തിലാകും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന സൂചന കോൺഗ്രസ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിരിക്കുകയാണ്. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സന്തോഷ് ശരിയാണ്. സന്തോഷ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, അല്പസമയം മുമ്പാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ രജോരി മേഖലയ്ക്ക് മുകളിലാണ് ഇന്ത്യൻ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ F-60 ജെറ്റ് വിമാനം ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇന്ത്യയിലെ സുഖോയ് 30 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇത് ഇന്ത്യ പ്രതിരോധിച്ചു. തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തെ തുടർന്ന് പാക് പ്രതിരോധ വിമാനങ്ങൾ തിരിച്ചു പോയി എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. വലിയ ഹൈ അലർട്ടിലാണ് രാജ്യം. ആ സമയത്താണ് ഇത്തരത്തിൽ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് പാക് വിമാനം എത്തിയിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. കാരണം ഇന്നലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ള ഒരു വ്യോമ ആക്രമണം ഇന്ത്യയിൽ നടത്തുമെന്ന രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണോ എന്നൊരു സംശയവും ഇന്റലിജൻസ് മേധാവികൾക്കുണ്ട്. ശ്രദ്ധ തിരിക്കാനുള്ളൊരു ശ്രമമാണോ എന്നുമുണ്ട്. എന്തായാലും ഇന്ത്യൻ വ്യോമ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ F-60 വിമാനം എത്തിയിരിക്കുന്നു. ഇതിനെ കൃത്യമായ രീതിയിൽ എതിർത്തു തോൽപ്പിച്ച് തിരിച്ചയക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഡാക്കിലെയും ജമ്മു ശ്രീനഗറിലെയും
പത്താൻകോട്ടിലെ വിമാനത്താവളങ്ങളിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ എല്ലാം മറ്റു വിമാനങ്ങളുടെ യാത്രകളെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറത്തേക്ക് ഇവിടെ നിന്ന് വിമാനങ്ങൾ പറക്ക് പൊങ്ങിയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എയർ സ്പേസ് സസ്പെൻഡഡ് ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺ എന്നാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിരവധി യാത്രാ വിമാനങ്ങളുണ്ട്, മറ്റ് കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പറക്കാനും ഇറങ്ങാനും കണക്കായി. പക്ഷെ അവയെല്ലാം എല്ലാ യാത്രയും റദ്ദാക്കിയിരിക്കുന്നു. കൂടാതെ ഈ ഭാഗത്തെ 7 സിറ്റികളിലും ഹൈ അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ വിമാനം വ്യോമ അതിർത്തി ലംഘിച്ച കൂടി സാഹചര്യത്തിൽ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കേണ്ട ഒരു സാഹചര്യം രാജ്യത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും സ്ഥിതി വിശേഷം വളരെ രൂക്ഷമാകുന്നു. പാകിസ്ഥാൻ വീണ്ടും പ്രകോപിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. പ്രിയ, ശരി. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. പാകിസ്ഥാന്റെ പോർ വിമാനമായ F-16 2 വിമാനങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ചിരിക്കുന്നുവെന്ന സുപ്രധാനമായ വാർത്തയാണ് പുറത്തുവരുന്നത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കളക്ടറേറ്റിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം അഭ്യർത്ഥിച്ചു. പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെയും തുടർന്നുണ്ടായ അക്രമങ്ങളെയും യോഗം അപലപിച്ചു. കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട UDF പ്രതിനിധികൾ യോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിപ്പോയി. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് കാസർഗോഡ് കലക്ടറേറ്റിൽ സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തത്. പെരിയ കൊലപാതകത്തെ തുടർന്നുള്ള സംഘർഷാവസ്ഥയിൽ അയവ് വരുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഇരട്ട കൊലപാതകവും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളെയും യോഗം അപലപിച്ചതായും കുറ്റവാളികൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. നീചമായ കൊലപാതകങ്ങളും അക്രമങ്ങളെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കല്യോട്ട് കൊലപാതകത്തെ തുടർന്ന് വീടുകൾക്കും കടകൾക്കും നേരെയുണ്ടായ അക്രമങ്ങളും തീവെപ്പും പ്രതിഷേധാർഹമാണ്. ജില്ലയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഏത് നീക്കങ്ങളെയും കരുതിയിരിക്കണം എന്നതാണ് സമാധാന കമ്മിറ്റി യോഗം അംഗീകരിച്ച പ്രമേയം. എന്നാൽ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു. UDFും ഇതിനെ പിന്തുണച്ചു. എന്നാൽ ഈ ആവശ്യം ഏകണ്ഠമായി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായതോടെ UDF പ്രതിനിധികൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കൊലപാതകത്തിൽ CBI അന്വേഷണം അംഗീകരിക്കാതെ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കില്ലെന്ന് DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പറഞ്ഞു. CBI ഈ കേസിന്റെ അന്വേഷണം വിടണം എന്ന് UDFന്റെ നേതാക്കൾ എല്ലാവരും ശക്തമായി ഈ സമാധാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു. അത്തരമൊരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ സമാധാന യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാനാകില്ലെന്ന UDF നിലപാട് നിർഭാഗ്യകരമാണെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഇവിടെ സമാധാനം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഈ ജില്ലക്കകത്ത് സമാധാനം നിലനിർത്തുന്നതിന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? P കരുണാകരൻ MP, MLAമാരായ NA നെല്ലിക്കുന്ന്, K കുഞ്ഞിരാമൻ, ജില്ലാ കലക്ടർ ഡോക്ടർ D സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എഴുത്തുകാരി KR മീരയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൻ. ഇക്കാര്യത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നുവെന്നും പിന്നീട് KR മീര പരാതി നൽകിയതായും അവർ പറഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം 7-ന് കൊച്ചിയിൽ മെഗാ വനിതാ സംഗമം ഒരുക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള 3000 സ്ത്രീകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. KR മീരയൊക്കെ സമൂഹത്തില് പ്രോമിനന്റ് ആയിട്ടുള്ള സ്ത്രീകളാണ്. ഞങ്ങൾ കേസെടുത്ത് DGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാർച്ച് മാസം 7-ാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് വലിയ സ്ത്രീ പങ്കാളിത്തത്തോടെ ഈ വർഷത്തെ സാർവദേശീയ മഹിളാ ദിനം ആചരിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ സാർവദേശീയ മഹിളാ ദിനത്തിൻ്റെ പ്രത്യേകത ലിംഗസമത്വം എന്ന വിഷയം കഴിഞ്ഞ കാലത്തേക്കാൾ കുറെ കൂടി ആഴത്തിലും പരപ്പിലും ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ സാർവദേശീയ മഹിളാ ദിനം ഈ വർഷം ആചരിക്കുന്നത്.
പ്രളയത്തിന് ശേഷം കുട്ടനാട് കാർഷിക മേഖലയും ശക്തി പ്രാപിക്കുന്നു. നെൽകൃഷി രംഗത്ത് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള നേട്ടമാണ് സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം അവരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 കുട്ടനാട്ടിലെ ജനങ്ങൾക്കിന്നും മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇങ്ങനെ 3 തവണയാണ് ഇത്തവണ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായത്. ഇതിൽ ഓഗസ്റ്റ് 18 കുട്ടനാട്ടിലെ 2.25 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനങ്ങളെയും സർക്കാർ സുരക്ഷിതമായി ക്യാമ്പുകളിൽ എത്തിച്ചു. പിന്നീട് സെപ്റ്റംബർ ആദ്യവാരത്തോടെയാണ് ഇവർ ക്യാമ്പുകളിൽ നിന്നും കുട്ടനാട്ടിലേക്ക് മടങ്ങിയത്. പകർച്ചവ്യാധി തടയുന്നതിൽ സർക്കാർ ഡോക്ടർമാരുടെ പങ്കും എടുത്തു പറയേണ്ടതുണ്ട്. പിന്നീട് പതിയെ കുട്ടനാട് പൂർവ്വസ്ഥിതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ വെറും 150 ദിവസം കൊണ്ട് കുട്ടനാട് പാടശേഖരങ്ങളെല്ലാം പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലെത്തി. കഴിഞ്ഞ തവണ 23,500 ഹെക്ടറിലായിരുന്നു കൃഷി നടന്നതെങ്കിൽ പ്രളയത്തിന് ശേഷം ഇപ്പോൾ അധികമായി 7,000 ഹെക്ടർ കൂടി കൃഷി ഇറക്കി. അങ്ങനെ 30,500 ഹെക്ടർ കൃഷിയിടത്ത് വിളവെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 100 കോടി രൂപയുടെ അധിക വിളവാണ് ഇത്തവണ കുട്ടനാട്ടിലുള്ളത്. പ്രളയത്തിന് ശേഷം കാർഷിക മേഖലയ്ക്ക് മാത്രം 14.5 കോടി രൂപയുടെ നഷ്ടപരിഹാരവും സർക്കാർ നൽകി കഴിഞ്ഞു. 10,500 ഹെക്ടർ പാടശേഖരങ്ങളിലെ കൃഷിയാണ് പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നത്. ജനങ്ങളെ ഒപ്പം നിർത്തി ഇച്ഛാശക്തിയോടെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് വെറും 150 ദിവസം കൊണ്ട് കേരളത്തിന്റെ നെല്ലറയെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ 150 ദിവസം മുൻപുള്ള കുട്ടനാടിന്റെ അവസ്ഥ ഇതായിരുന്നില്ല. കുട്ടനാട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. അതിൽ നിന്നെല്ലാം കുട്ടനാടിനെ കൈപിടിച്ചുയർത്തിയത് ഒറ്റക്കെട്ടായുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. പ്രളയത്തിലെല്ലാം തകർന്നവർക്ക് തണലായി സഹകരണ വകുപ്പ് നിർമ്മിച്ച 231 വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. വികാരനിർഭരമായ ചടങ്ങിൽ നഗന്നൂർ സ്വദേശി ജി സുധയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങളുടെ സ്വപ്ന വീടിന്റെ താക്കോൽ ആദ്യം സ്വീകരിച്ചത്. താക്കോൽദാന ചടങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റു ജില്ലകളിലും സമാനമായ ചടങ്ങുകൾ നടന്നു. പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തെ പുനർനിർമ്മിക്കുകയെന്ന അതിജീവനത്തിന്റെ സ്വപ്നപാത ഒരുക്കിയാണ് സഹകരണ മേഖല ദുരിതബാധിതർക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കിയത്. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കെയർ ഹോം പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ 231 വീടുകളുടെ താക്കോൽദാനം മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിതരണം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റു ജില്ലകളിലെ സമാന പരിപാടികൾ പ്രത്യേകമൊരുക്കിയ സ്ക്രീനിൽ എല്ലാവരും കണ്ടു. ശാരീരിക പ്രശ്നങ്ങൾ മൂലം പരിപാടികളിൽ സംസാരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ആശംസകൾ നേർന്നു. നഗന്നൂർ കുളത്തറ വീട്ടിൽ ജി സുധയാണ് ആദ്യ വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. കെയർ ഹോം പദ്ധതികൾക്കായി 14 ജില്ലകളിൽ 2,500-ലധികം സംഘങ്ങൾ ആദ്യഘട്ടത്തിൽ 44.98 കോടി രൂപയാണ് നൽകിയത്. രണ്ടാം ഘട്ടത്തിനായി വിവിധ സഹകരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ ലാഭവിഹിതം നൽകുകയും ചെയ്തു. പ്രളയാനന്തര കേരളത്തെ പുനഃസൃഷ്ടിക്കുന്നതിനോടൊപ്പം എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങും തണലുമാകുകയാണ് കെയർ ഹോം പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ്. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ വ്യോമസേന വിമാനം തകർന്നു വീണിരിക്കുകയാണ്. 2 പൈലറ്റുമാർ മരിച്ചതായാണ് വിവരം പുറത്തുവരുന്നത്. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? അതീവ ഗൗരവമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലകളിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രജൌരി ജില്ലയിലെ നൌഷാറ സെക്ടറിൽ ഇന്ത്യൻ വ്യോമ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാന്റെ F-60 വിമാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. പിന്നാലെ സുഖോയ് 30 വിമാനങ്ങൾ അയച്ച് ഇന്ത്യ അത് പ്രതിരോധിച്ചു. വിമാനങ്ങൾ മടങ്ങിപ്പോയി. പക്ഷെ അതിനിടയിൽ ഈ പാകിസ്ഥാൻ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പോലും ബോംബ് വർഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടുന്ന് പ്രാദേശികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അക്കാര്യത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമോ
അല്ലെങ്കിൽ ഈ ജമ്മു കാശ്മീരിലെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളോ ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ അടിയന്തരമായി ആഭ്യന്തര മന്ത്രാലയത്തിൽ എത്തിയിരിക്കുന്നു. ഈ വിമാനങ്ങൾ അതിർത്തി കടന്നത് ഇന്ത്യയെ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം വലിയ ഹൈ അലർട്ടിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വ്യോമസേനാ വിമാനം അതിർത്തി മേഖലയിലെ ബുഡ്ഗാം ജില്ലയിൽ തകർന്നു വീണു എന്നതാണ്. അത് എങ്ങനെ തകർന്നു വീണു എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ല. എന്നാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ വിഭാഗം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ 2 പൈലറ്റുമാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 2 സീറ്റ്സ് വിമാനമായിരുന്നു, ഒരു ഫൈറ്റർ ജെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ 2 പൈലറ്റുമാരും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവരുടെ 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഏറ്റവും അവസാന നിമിഷം വിമാനം സീറ്റ് ഇഞ്ചക്ട് ചെയ്ത് രക്ഷപ്പെടുകയാണ് സാധാരണ വിമാന പൈലറ്റുമാരുടെ രീതി. പക്ഷെ ഇവിടെ അതുപോലും സംഭവിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വിമാനം തകർന്നിരിക്കുന്നു. തകർന്ന് വീണ് അവിടെ നിന്ന് തീ കത്തുന്നതിൻ്റെയും അവിടുത്തെ പ്രദേശവാസികൾ അതിന് ചുറ്റും നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വിമാനം വ്യോമ അതിർത്തി ലംഘിച്ച വാർത്ത വന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ അടിയന്തരമായി ചെയ്തിരിക്കുന്നത് അതിർത്തി മേഖലയിലെ 4 വിമാനത്താവളങ്ങൾ പ്രവർത്തനം പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. ലഡാക്ക്, ജമ്മു, ശ്രീനഗർ, പത്താൻകോട്ട് ഈ 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് പൂർണ്ണമായും റദ്ദാക്കിയത്. ഇവിടെ നിരവധി കൊമേഴ്സ്യൽ വിമാനങ്ങൾ വന്നിറങ്ങുന്നതാണ്. യാത്രാ വിമാനങ്ങൾ നിരവധി ഉള്ളതാണ്. ഈ യാത്രകളെല്ലാം റദ്ദാക്കിയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഈ സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ 4 വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ എന്തായാലും വളരെ ഗൗരവമുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇനി പാകിസ്ഥാൻ വിമാനം ഏതെങ്കിലും തരത്തിൽ അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ, ബോംബ് വർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കണം. മറ്റേതെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് തോന്നുന്നത്. പ്രിയ, സന്തോഷ്, ഈ വ്യോമസേന വിമാനം തകർന്നിരിക്കുന്നതിൽ 2 പൈലറ്റുമാർ ഉൾപ്പെടെ 3 പേർ മരിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത്. ഈ വിമാനം തകരാനുള്ള കാരണമായി പറയുന്നത് സാങ്കേതിക പ്രശ്നങ്ങളാണോ? സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മാത്രമാണ് എയർഫോഴ്സിന്റെ ടെക്നിക്കൽ വിദഗ്ധർ അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കണം, മറ്റു പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കണം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ അലർട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വിമാനം വീണത് ഒരു നോർമലായി എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് സംബന്ധിച്ച് സമഗ്ര പരിശോധന വേണ്ടി വരും. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും എയർഫോഴ്സ് വിമാനങ്ങൾ സാങ്കേതിക തകരാറുകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളതാണ്. പക്ഷെ അത് മുൻകൂട്ടി കാണാൻ പൈലറ്റുമാർക്ക് കഴിയും. അവർ ആ സമയത്ത് രക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അങ്ങനെ പോലും സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. അപ്പോൾ അത് മറ്റേതെങ്കിലും തരത്തിലാണോ എന്നതുകൂടി പരിശോധിക്കണം. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ വിഭാഗം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രാഥമികമായി ഇതൊരു സാങ്കേതിക തകരാറ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഈ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് വ്യോമസേനയോ ആഭ്യന്തര മന്ത്രാലയമോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. എന്നാൽ പോലും അവിടുത്തെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരപ്രകാരം 4 സ്ഥലങ്ങളിൽ ഇപ്പോൾ ബോംബ് വർഷം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ ജെറ്റുകളിൽ നിന്ന്. ലാംബെ, കേരി, കേജി, നരിയാൻ തുടങ്ങിയ അതിർത്തി മേഖലകളിലെ വില്ലേജുകളിലാണ് പാകിസ്ഥാൻ ജെറ്റുകൾ ബോംബ് വർഷിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന ഒരു വാർത്ത. അവിടെ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് ആ സംഭവങ്ങൾ ഇപ്പോൾ ട്വീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പാകിസ്ഥാൻ ജെറ്റ് ഷൂട്ട് ഡൗൺ ചെയ്തു, വെടിവെച്ച് വീഴ്ത്തി എന്ന വാർത്തയും വരുന്നുണ്ട്. പക്ഷെ അത് പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെയാണ് വീണത്. അതായത് ലൈൻ ഓഫ് കൺട്രോളിന്റെ പാകിസ്ഥാൻ ഭാഗത്ത് തന്നെയാണ് ഈ വിമാനം വെടിവെച്ച് വിമാനം വീണിരിക്കുന്നത്. പക്ഷെ കൺഫർമേഷൻ ഒന്നുമില്ല. ഈ F-60 വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്നു. 4 സ്ഥലങ്ങൾ ലാംബ്, കേരി, കേജി, നരിയാൻ 4 സ്ഥലങ്ങളിൽ ബോംബ് വർഷിച്ചു. തുടർന്ന് സുഖോയ് 30 വിമാനം ഉപയോഗിച്ച് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. ഈ വിമാനത്തിന് വെടിവെച്ച് വീഴ്ത്തി. പക്ഷേ പാകിസ്ഥാൻ മേഖലയിൽ ലൈൻ ഓഫ് കൺട്രോളിനപ്പുറത്ത് പാകിസ്ഥാൻ മേഖലയിൽ ഈ വിമാനം വീണിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അവിടെ നിന്ന് ഒരു എക്കണോമിക്സ് ടൈംസിന്റെ സീനിയർ എഡിറ്റർ അടക്കമുള്ളവർ അവരുടെ ട്വീറ്റിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ വീണിരിക്കുന്നത്
M90-70V5 ചോപ്പർ വിഭാഗത്തിൽപ്പെട്ട സെക്ഷനിലെ വിമാനമാണ് ഇപ്പോൾ ബുൾഗാം ജില്ലയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മേഖലയിൽ വീണിരിക്കുന്നത്. പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയ F-16 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ്. അതാണ് ബോംബ് വർഷം നടത്തിയിരിക്കുന്നത്. ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടി വരും. കാരണം എന്തെങ്കിലും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് യുദ്ധമെന്ന് ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലും ഇപ്പോൾ അടിയന്തരമായ വാർത്താ സമ്മേളനം, അടിയന്തരമായ യോഗം ചേർന്നിരിക്കുന്നു. ഇതാ ഇപ്പോൾ ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഫോറിൻ വിദേശകാര്യ വകുപ്പാണ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എയർ സ്ട്രൈക്ക് നടത്തി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. സ്ട്രൈക്ക് അക്രോസ് ലൈൻ ഓഫ് കൺട്രോൾ ഫ്രം വിത്തിൻ പാകിസ്ഥാനി എയർ സ്പേസ് എന്നാണ് ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. വാർത്താക്കുറിപ്പ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. പാകിസ്ഥാൻ സ്ട്രൈക്ക് ബാക്ക്. പാകിസ്ഥാൻ എയർഫോഴ്സ് അണ്ടർടുക്ക് സ്ട്രൈക്ക് അക്രോസ് ലൈൻ ഓഫ് കൺട്രോൾ ഫ്രം വിത്തിൻ പാകിസ്ഥാൻ എയർഫേസ്. പാകിസ്ഥാന്റെ എയർ സ്പേസിൽ നിന്നുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോളിന് ഇപ്പുറത്തേക്ക് അറ്റാക്ക് നടത്തി എന്നാണ് പറയുന്നത്. അതായത് അതിർത്തി കടന്നു എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല, പക്ഷെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അറ്റാക്ക് നടത്തി എന്നാണ് ഇപ്പോൾ അവർ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. മിലിറ്ററി ടാർഗറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അറ്റാക്ക് നടത്തിയെന്നും പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ആക്രമണം നടത്തി എന്ന രീതിയിലുള്ള നയതന്ത്ര വാക്കുകളൊക്കെ ആ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയാണ്. ഇത്തരമൊരു പ്രസ്താവന കൂടി വന്നൊരു സാഹചര്യത്തിൽ ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. സന്തോഷ്, ഇപ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു, തങ്ങൾ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തുറന്ന ഒരു പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തങ്ങൾ അതിർത്തി കടന്നിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഇനി ഉള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയ പറഞ്ഞല്ലോ, ഇനി പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന കൂടി പുറത്തിറക്കിയിരിക്കുന്നു. അവരുടെ വിമാനം അതിർത്തി കടന്നു എന്ന ഇന്ത്യ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യ ഇത് നോർമലായി കാണില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഇന്ത്യ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ അടിയന്തരമായി എന്ത് പ്രതികരണം നൽകണം എന്ന് ചർച്ച ചെയ്യാനായി അടിയന്തരമായി ഉന്നതതല യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. CRPFന്റെ DG, IBയുടെ അധ്യക്ഷൻ, റോയുടെ തലവൻ തുടങ്ങിയവർ, കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ യോഗത്തിനായി എത്തിയിരിക്കുന്നത്. ഈ 4 വിമാനത്താവളങ്ങൾ ഇതുവരെ പെട്ടെന്ന് നിർത്തിവെച്ചു എന്നതിനപ്പുറം ഇനി യോഗം ചേർന്നിരിക്കുന്നു. ഈ യോഗത്തിൽ അവർ തീരുമാനിക്കും എന്തു മറുപടി നൽകണം എന്ന്. നിലവിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി മാറുകയാണ്. തകർന്നു വീണത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് തകർന്നു വീണിരിക്കുന്നത്. M70 വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് തകർന്നു വീണതെന്ന് ഇപ്പോൾ സ്ഥിരീകരണം ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇനി നമുക്ക് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അറിയേണ്ടത് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തി കടന്നോ, ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഇന്ത്യയിൽ ബോംബ് വർഷം നടത്തിയോ എന്ന സ്ഥിരീകരണമാണ്. പക്ഷേ ഇനി അത് എത്രയും വേഗമുണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ആക്രമിച്ചു തുടങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ കാര്യമായി ഇന്ത്യയിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് സന്തോഷ്. നമുക്ക് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങളാണ് ഇപ്പോൾ അതിർത്തി ലംഘിച്ചിരിക്കുന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. F-16 വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യയുടെ തിരിച്ചടിയിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ അവർ ഉപയോഗിച്ചതും ഈ യുദ്ധവിമാനങ്ങളാണ് F-16. അതായത് മനഃപൂർവ്വം, ഒപ്പം തന്നെ ബോംബ് വർഷിക്കുന്നു. ഇതൊക്കെ മനഃപൂർവ്വം ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിനുള്ള ഓരോരോ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും. കാരണം ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ അത് തിരിച്ചടിക്കുന്ന രീതിയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ മുഴക്കിയിരുന്നു, വീരവാദങ്ങൾ മുഴക്കിയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻഖാനെതിരെ രാഷ്ട്രീയമായി കൂടി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഒരു തിരിച്ചടിയല്ലാതെ മറ്റു വഴികളില്ല. ഇപ്പോൾ അത് നടത്തി എന്നിപ്പോൾ അറിയിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ അറ്റാക്ക് നടത്തിയതിനു ശേഷം അറ്റാക്ക് നടത്തിയെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട്
പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കി. പക്ഷെ ഇത് ഒരു പ്രകോപനം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയത് ഒരു നോൺ മിലിറ്ററി ഓപ്പറേഷനാണ്. അതായത് സാധാരണ സിവിലിയൻസിനെയോ മറ്റ് സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വയ്ക്കാതെ ഇന്ത്യക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. എന്നാൽ അതിനു പകരം പാകിസ്ഥാൻ നടത്തിയത് അതല്ല. ഇന്ത്യൻ മണ്ണിൽ വന്ന് സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ബോംബ് വർഷം വരെ നടത്തിയിട്ട് മടങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായൊരു സ്ഥിതി വിശേഷം എന്ന് പറയാവുന്ന. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യ നടത്തിയത് ഇന്ത്യൻ മണ്ണിലെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇന്ത്യ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ആ ഉത്തരവാദിത്വം പാകിസ്ഥാനും കാണിക്കണം. പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് ഇന്ന് അമേരിക്ക ചൂണ്ടിക്കാണിച്ച പോലെ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ അവർ നശിപ്പിക്കുകയാണ്. സന്തോഷ്, പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിരിക്കുന്നു. ഇക്കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ അതിർത്തി ലംഘിച്ചിട്ടില്ല എന്നാണ് അവർ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. രജൌരി നൌഷേര മേഖലയിലാണ് ഇപ്പോൾ പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. ആക്രമണത്തിൽ 2 പൈലറ്റുമാർ അടക്കം 3 പേർ മരിച്ചതായാണ് വിവരം.